വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 6ാം ക്ലാസ് പരീക്ഷ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് കോംപ്രഹെൻഷനാണ്. മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ വാസ് എ ഫേമസ് അമേരിക്കൻ റൈറ്റർ ഹു മെയ്ഡ് പീപ്പിൾ ലാഫ് ആൻഡ് തിങ്ക്. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ റൈറ്ററാണ് അല്ലേ. ഹി വാസ് ബോൺ ഇൻ 1835 ആൻഡ് ഗ്രൂ അപ്പ് നിയർ ദ മിസിസിപ്പി റിവർ. അദ്ദേഹം ജനിച്ചത് 1835 അദ്ദേഹം വളർന്നത് മിസിസിപ്പി റിവറിന് അടുത്താണ് അല്ലേ. ദിസ് ഗേവ് ഹിം ചാൻസ് ടു എൻജോയ് വാച്ചിങ് സ്റ്റീം ബോട്ട്സ് ആൻഡ് എ ഡ്രീം ഓഫ് അഡ്വഞ്ചേഴ്സ്. Twain wrote many funny and clever stories. His most famous books are The Adventures of Tom Sawyer and The Adventures of Huckleberry Finn. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫണ്ണി ക്ലവർ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്സ് ആയിരുന്നു ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ ആൻഡ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ എന്നുള്ളത്. ദീസ് സ്റ്റോറീസ് ആർ അബൌട്ട് 2 ബോയ്സ്. ഈ സ്റ്റോറീസ് 2 ബോയ്സിനെ കുറിച്ചുള്ളതായിരുന്നു. ടോം സോയർ ആൻഡ് ഹക്കിൾബെറി ഫിൻ who look up for exciting adventures just like Twain did. He was young. Mark Twain's real name was Samuel Clemens, but he used pen name to write his books. Even today, people around the world enjoy his stories. അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും ഒറിജിനൽ സാമുവൽ ക്ലെമൻസ് എന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെൻ നെയിമിലാണ് എന്ത് ചെയ്തത്, ഇത് എഴുതിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ നെയിംസ് ഗിവൺ ബിലോ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ബുക്സ് റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. എന്തായിരുന്നു പേര്? നമ്മളിപ്പോൾ വായിച്ചതിലുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ക്യാരക്ടേഴ്സിന്റെ പേരെന്താണ്? ടോം സോയർ ആൻഡ് ഹക്കിൾബെറി ഫിൻ അല്ലേ. ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് സംതിങ് ദാറ്റ് മേക്സ് യു ലാഫ്. നിങ്ങൾ ചിരിപ്പിക്കുന്ന എന്തെങ്കിലും, അതിന് നമ്മൾ എന്താ പറയണേ? ഫണ്ണി. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഫണ്ണി. What did Mark Twain enjoy watching as a young boy? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? What did Mark Twain enjoy watching as a young boy? Mark Twain enjoyed watching the steamboat and dreaming of adventures. Steamboat and dream of adventures. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് എഴുതാം അല്ലേ. മാർക്ക് ട്വെയിൻ എൻജോയിങ് വാച്ചിങ് ആസ് എ യങ് ബോയ് എന്നുള്ളത് എങ്ങനെ എഴുതാണ്? മാർക്ക് ട്വെയിൻ പേര് എഴുതാം. മാർക്ക് ട്വെയിൻ എൻജോയ് വാച്ചിങ് ദ എന്താണ് വാച്ചിങ് ദ സ്റ്റീം ബോട്ട്സ് ആൻഡ് ഡ്രീം ഓഫ് അഡ്വഞ്ചേഴ്സ്. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. മാർക്ക് ട്വെയിൻ എൻജോയിങ് വാച്ചിങ് ദ സ്റ്റീം ബോട്ട്സ് ആൻഡ് ഡ്രീം ഓഫ് അഡ്വഞ്ചേഴ്സ്. ഇതാണ് സിയുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ 2 ഫേമസ് ബുക്സ് റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. ഫേമസ് ബുക്സ് ഏതൊക്കെയായിരുന്നു അദ്ദേഹം എഴുതിയത്? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ. ഇത് രണ്ടുമായിരുന്നു ഡിയുടെ ഉത്തരം. ഡിയുടെ ഉത്തരം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. മാർക്ക് ട്വെയിൻ ഈസ് യൂസ്ഡ് എ പെൻ നെയിം ടു റൈറ്റ് ഹിസ് ബുക്സ്. ഹിസ് റിയൽ നെയിം വാസ് മാർക്ക് ട്വെയിൻ. ഇതിൽ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും റോങ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടും കറക്റ്റ് ആണെന്നൊക്കെ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ വായിച്ച പാരഗ്രാഫിൽ അദ്ദേഹം പെൻ നെയിംസ് ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് എഴുതുക, ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം മാർക്ക് ട്വെയിൻ എന്നായിരുന്നില്ല. എന്തായിരുന്നു? തെറ്റായിരുന്നു. സാമുവൽ ക്ലെമൻസ് എന്നായിരുന്നു. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 1 ശരിയും 2 തെറ്റുമാണ്. അപ്പോൾ അത് ഏതാണ് ഓപ്ഷൻ നോക്കുക. ബി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ്. അതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ഇമെയിൽ എഴുതാനാണ്. വില്യം ഫ്രം ദ സ്റ്റോറി ദ ബോയ് ഹൂ answered the wind succeed in lighting up his village inspired by history. Vinod, a class 6 students from Kerala. Write an email from William to appreciate his hard work. അപ്പോൾ ഫ്രമും ടു ഒക്കെ കൊടുക്കുക. സബ്ജക്റ്റ് ലെറ്റർ ഫോർ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അപ്രിസിയേഷൻ എന്ന് എഴുതുക. അപ്പോൾ എന്താണ്? അപ്പോൾ ഫ്രം എന്നുള്ളത് ആരയക്കുന്നത്? വിനോദാണ് അല്ലേ. അപ്പോൾ വിനോദ് എന്നാണ് അവിടെ എഴുതേണ്ടത്. ഫ്രം ആരയക്കുന്നത് എന്നുള്ളത് എഴുതണം. പിന്നെ സ്റ്റുഡൻറ് കേരളയാണെന്നൊക്കെ എഴുതണം. പിന്നെ ആർക്ക് അയക്കുന്നത്? വില്യമിനാണ്. അപ്പോൾ 2 എന്നുള്ളിടത്ത് ആർക്കാണ്? വില്യം എന്ന് എഴുതണം.
പിന്നെ ഡിയർ വില്യം, എന്നിട്ട് എന്താണ് അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടല്ലേ എഴുതേണ്ടത്. അപ്പോൾ പറയണം വില്യം യുവർ സ്റ്റോറി ദ ബോയ് ഹു ഹാൻഡ്സ് ദ വിൻഡ് എന്താണ് ലൈറ്റിംഗ് ഓഫ് ദിസ് വില്ലേജ് ഇൻസ്പയർഡ് മീ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം ഇമെയിലായിട്ട്. എനിക്കത് നിങ്ങളുടെ സ്റ്റോറി വളരെ ഇൻസ്പയർ ചെയ്തു, അപ്പം ഞാൻ നിങ്ങളുടെ ഈ ഹാർഡ് വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുക. ലെറ്റർ എഴുതും പോലെ മെയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചാറ്റാണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. കുഞ്ഞിച്ചിരുത very happy at her new school in New Jersey. She got many friends from different countries. She is chatting with her cousin Minikutti who lives in Kerala about her new school and friends. Complete the chat. Write the minimum 5x മെസ്സേജ്, അതായത് കോൺവെർസേഷൻ പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിച്ചിരുത ഹായ് മണിക്കുട്ടി വാട്സാപ്പ് എന്ന് ചോദിക്കുമ്പോൾ മിനിക്കുട്ടി എന്താ പറയുന്നത്, ഹായ് കുഞ്ഞിച്ചിരുത ഐ എം ഫൈൻ വാട്ട് അബൌട്ട് യു, നിനക്ക് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുക അല്ലേ. അപ്പോൾ പിന്നെ പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്, ഫ്രണ്ട്സൊക്കെ കിട്ടിയോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ചാറ്റുകൾ നമ്മൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ തന്നെ ചാറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വില്യം ബ്രോട്ട് ഇലക്ട്രിസിറ്റി ടു ഹിസ് വില്ലേജ്. നൗ ദ വില്ലേജസ് ക്യാൻ യൂസ് മൊബൈൽ ഫോൺസ്, TV, ഇൻ്റർനെറ്റ് എക്സെട്ര. വില്യം ഫീൽസ് വെരി പ്രൗഡ് ഓഫ് വില്യംസ് ഫ്രണ്ട്സ് റയൻ ഹു ലിവ്സ് ഇൻ ദ സിറ്റി മേക്സ് എ ചാറ്റ് വിത്ത് ഹിം. അല്ലെങ്കിൽ റയാനും വില്യവും തമ്മിലുള്ള ഒരു ചാറ്റാണ്. ഇതും കോൺവെർസേഷൻ പോലെ തന്നെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ലൈവ് റിപ്പോർട്ടാണ്. ദ സ്കൂൾ ഈസ് റെഡി ഫോർ പ്രൊവേഷണൽസം. പ്രിപ്പയർ ദ ലൈവ് റിപ്പോർട്ട് ഓഫ് ദ പ്രൊവേഷണൽസം യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. താഴെ ഹിൻസ് തന്നിട്ടുണ്ട്, അതൊരു നമ്മൾ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്ന മതി. പ്രൊവേഷണൽസത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴെയുള്ള ഹിൻസ് ഉപയോഗിച്ച് ഒരു റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ബി ക്വസ്റ്റൻ ആയിട്ട് തന്നിരിക്കുന്നത് ഇറ്റ്സ് ദ ഡേ ഓഫ് ആനുവൽ ടാലൻറ്റ് ഷോ അറ്റ് ചിബി സ്കൂൾ. യു ആർ ആമങ് ദ ഓഡിയൻസ്. ചിബി is surprising the people with his performance. Prepare a live report. The hints given below will be help you. ഇതും ഒരു ലൈവ് റിപ്പോർട്ട് തന്നെ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആനുവൽ ടാലൻറ്റ് ഷോ, ചിബീസിൻ്റെ സ്കൂളിലെ ആനുവൽ ടാലൻറ്റ് ഷോയുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടുത്തെ ഒരു ഓഡിയൻസാണ്. ചിബി സർപ്രൈസിങ് ദ പീപ്പിൾ വിത്ത് ഹിസ് പെർഫോമൻസ്. അതിനെക്കുറിച്ച് ഒരു ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എഡിറ്റിംഗ് ആണ്. നമുക്ക് എഡിറ്റിങ്ങിൽ നോക്കാം. എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ലാസ്റ്റ് സാറ്റർഡേ, ഇതിൽ ഈ സ്മോൾ ലെറ്റർ ആണ് തന്നിരിക്കുന്നത്, അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. ലാസ്റ്റ് സാറ്റർഡേ മീന ഗോ ടു എന്നാണ് പറഞ്ഞത്, വെൻറ്റ് ടു. പാസ്റ്റ് ടെൻസിലേക്ക് വെൻറ്റ് ടു ദ പാർക്ക് വിത്ത് ഹെർ ഫ്രണ്ട്സ്. ദേ പ്ലേഡ് ഹാപ്പിലി ദ ഹോൾ ആഫ്റ്റർനൂൺ. ഷീ സോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. BEAUTIFU ഒരെല്ല് വേണ്ട, ഒരെല്ല് മിസ്റ്റേക്കാണ്. ബ്യൂട്ടിഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഓവർ ദ ഫ്ലവേഴ്സ്. മീന സാറ്റ്. ഇന്നാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ പ്രൊപ്പോസിഷൻ മാറ്റണം, ഓൺ ആണ്. ഓൺ ബെഞ്ചിൻ്റെ മുകളിലാണ്. ആൻഡ് വാച്ച് ദ സൺസെറ്റ്. ഇറ്റ് വാസ് എ ഡേ ലവ്ലി എന്നാണ്, അത് വേർഡ് ഓർഡർ മാറി ലവ്ലി ഡേ എന്നാക്കണം. ലവ്ലി ഡേ എന്നാക്കി മാറ്റണം. ഇനി അടുത്തൊരു പിക്ചർ സ്റ്റോറിയാണ്. ഇതൊരു പിക്ചർ സ്റ്റോറിയാണ് തന്നിരിക്കുന്നത്. ഇത് ഒരു മീനിങ് സ്റ്റോറിയാക്കി മാറ്റാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു എന്താണ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയും അവളുടെ ഫ്രണ്ടും കൂടി ആ റോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അവൾ പറയണം എന്താണ്, ഗ്രാൻഡ്മയ്ക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്ന് പറയണു. അങ്ങനെ ഗ്രാൻഡ്മേനെ അവൾ ഹെൽപ്പ് ചെയ്യുന്നു. ഗ്രാൻഡ്മ അവൾക്ക് താങ്ക് യു പറയുന്നതായിട്ട്. അപ്പോൾ ഒരു കുട്ടികൾക്ക് പേരൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുടെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.